ഹലോ, വെൽക്കം ടു ഹേംലെസ് വേൾഡ്. ഹേംലെസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉഴുന്നുവട. നാടൻ തട്ടുകടയിലെല്ലാം കിട്ടുന്ന മാതിരിയുള്ള പഞ്ഞി പോലത്തെ ഉഴുന്നുവട. പുറത്ത് ക്രഞ്ചിയും അകത്ത് നല്ല പഞ്ഞി പോലെയുള്ള ഉഴുന്നുവട. പരിപ്പ് വട നമ്മൾ ഓൾറെഡി റെസിപ്പി ഇട്ടിരുന്നു. പരിപ്പ് വട കുറച്ചും കൂടി ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷെ ഉഴുന്നുവട നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി അരച്ച് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച മാതിരി പുറത്ത് ക്രഞ്ചിയും അകത്ത് നല്ല പഞ്ഞി പോലെയുള്ള ഉഴുന്നുവട കിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുക എന്നുള്ളത്. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഉഴുന്നിടണം. ഇതിപ്പം നമ്മൾ നന്നായിട്ട് ഒരു 1.5 മണിക്കൂറെങ്കിൽ കുതിർത്ത് വെച്ച ഉഴുന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉഴുന്ന് വാല വെച്ചിട്ട് കുറച്ച് 3 ബാച്ചസായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. തീരെ അധികം വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇനി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബാച്ച്. അതെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം തീരെ ചേർക്കാണ്ടും അരയ്ക്കാൻ പറ്റില്ല. പക്ഷേ വെള്ളം ഉഴുന്ന് അരച്ചതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടാൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പൊങ്ങി വരണം, മാവ് പൊങ്ങി വരണം. അത്രയും ലൈറ്റായിരിക്കണം മാവ്. താഴ്ന്നു പോവുകയാണെങ്കിൽ അരച്ചത് പോരാന്നർത്ഥം. അപ്പോൾ ഇത് നമ്മൾ 2 കപ്പ് ഉഴുന്നെടുത്തതിന് ഓരോ കപ്പിന് ഓരോ ടീസ്പൂൺ അരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ 2 കപ്പിന് ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുന്നത്. പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ഉഴുന്നുവട കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്, 2 ടീസ്പൂൺ ചേർക്കുന്നത്. നന്നായി അരിഞ്ഞ മാവ് കുറേ നേരം വെക്കുമ്പോൾ ഇങ്ങനെ തിക്കായി വരും. പക്ഷേ അതേസമയം നമ്മൾ കുറച്ച് വെള്ളം ഇത്തിരിയും കൂടി തളിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിടുമ്പം പിന്നെ അത് പൊന്തി വന്നോളും. അപ്പോൾ ഇരിക്കും തോറും ഉഴുന്നുമാവിന് അങ്ങനെയാണ്, ഒരു തിക്കായി വരും. ഫെർമെൻ്റ് ചെയ്യാൻ നേരമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞ് ഇതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എഗ് ബീറ്റർ എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, തുടർച്ചയായിട്ട് ഇളക്കുക. അപ്പോൾ എയറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എയർ കടത്തി വിടുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ഫ്ലഫി ആയിട്ടുള്ള വരുന്ന മാതിരി ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 3-4 മണിക്കൂർ വെക്കാം, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. പിറ്റേന്ന് രാവിലെ എടുത്തിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മൂടി വെക്കുകയാണ് മാവ്. അപ്പോൾ നമ്മളുടെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട്, ഉഴുന്ന് മാവ് അരച്ചത്. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് വെച്ചത് രാവിലേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല ഇനി മാവ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഉഴുന്നുവടയിൽ മാവിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 10 ചെറിയ ഉള്ളി ഉണ്ടാവും. 10-12 ചെറിയ ഉള്ളി എടുക്കാം, അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ഇത് ചതച്ച കുരുമുളകിൻ്റെ പൊടിയാണ്, ചതച്ചത് വേണം. കുരുമുളക് ചതച്ചത് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ നല്ലതാണ്. പിന്നെ ഇതൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല മൂത്ത പച്ചമുളകാണ്. കുറച്ച് എരിവ് മുന്നോട്ട് നിന്നാലാണ് അവസാനം വറുത്ത് വരുമ്പോൾ കുറച്ച് എരിവ് കാണുള്ളൂ. ആദ്യം തന്നെ നമ്മൾ എരിവ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് മാത്രം എടുത്തിട്ട് വറുത്താൽ ചിലപ്പോൾ എരിവ് അവസാനം വറുത്ത് വരുമ്പോൾ കാണില്ല. അപ്പം നല്ലോണം എരിവ് കുറച്ച് മുന്നോട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുരുമുളകൊക്കെ ഇങ്ങനെ എടുത്തത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ കറിവേപ്പില എടുക്കുക. പിന്നെ ഞാനവിടെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതും കുറച്ച് ശരിക്കും മുന്നോട്ട് നിൽക്കണം. ഉപ്പ് കുറച്ച് നല്ലോണം ഇല്ലെങ്കിൽ നന്നാവില്ല. അവസാനം പിന്നെ ഉപ്പ് വറുത്ത് വരുമ്പോൾ അധികം കാണില്ല. പിന്നെ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി അരിയുക. കറിവേപ്പിലയും ചെറുതായി അരിയുക. പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം ചെറുതായി അരിയുക. ഇതിനകത്ത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യണം. ഞാൻ എല്ലാം ആഡ് ചെയ്യാൻ പോവാണ്.
ചതച്ച കുരുമുളക് പൊടി, മുഴുവൻ കുരുമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ് ലാസ്റ്റ് ഇടുന്നുള്ളൂ. ഉപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തെ ഇട്ടാൽ മതി. ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില അരിഞ്ഞത്, നന്നായിട്ട് ഇളക്കണം. നമ്മളതിൽ അരിപ്പൊടിയെല്ലാം ചേർത്തിരുന്നു ഓൾറെഡി. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു മുഴുവൻ കുരുമുളക് കടിക്കുന്നത് ഒരു ഉഴുന്ന് വടയുടെ ഒരു ഹൈലൈറ്റാണ്. ശരിക്കും അത് ഇല്ലെങ്കിൽ നന്നാവില്ല. നമ്മൾ വാങ്ങുന്ന ഉഴുന്ന് വടയിലെല്ലാം ഇടയ്ക്ക് ഒരു വലിയ കുരുമുളക്, മുഴുവൻ കുരുമുളക് കടിക്കാറുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നേരത്തെ മാത്രം നമ്മൾക്ക് ഉപ്പ് ചേർത്താൽ മതി ലാസ്റ്റ്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. നമ്മളത് ഉണ്ടാക്കുന്ന നേരത്തെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വലിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, കൈ മുക്കാനായിട്ട്. എപ്പോഴും ഓരോന്നും കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫുള്ള് നമ്മൾ 2 കൈയും മുക്കിയെടുക്കുക. നന്നായിട്ട് നനവ് വേണം. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. മാവ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് നടുവിലൊരു വലിയ സർക്കിൾ ഉണ്ടാക്കുക. അതുപോലെ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട്, ഇതാണ് ഈസി മെത്തേഡ്. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ഇട്ടിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതായിരിക്കും ഈസി മെത്തേഡ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും കൈ മുക്കിയിട്ട് എപ്പോഴെപ്പോഴും കൈ മുക്കി കൊടുക്കണം. കൈ മുക്കിയില്ലെങ്കിൽ കുറച്ച് ഒട്ടും, ഉഴുന്ന വട ആയതുകൊണ്ട്. ഒരു റോൾ എടുക്കുക, ഒരു ബോൾ മാതിരി ആക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഫ്ലാറ്റാക്കുക. എന്നിട്ട് സെൻറ്ററിൽ നമ്മുടെ തമ്പ് വെച്ചിട്ട് നല്ലൊരു തുളയിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതാണ് വേറൊരു മെത്തേഡ്. ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് എണ്ണയിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്കിങ്ങനെ എണ്ണ തെറിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ തെറിക്കുന്ന പേടിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കയ്യിലിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ ഉഴുന്ന് വട ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കിതുപോലെ ചായ അരിപ്പയോ അല്ലെങ്കിൽ സ്പൂണോ അതുപോലെ എടുത്തിട്ട് നമ്മൾ ബോളാക്കുക. ഒന്ന് നനച്ചു കൊടുക്കുക നല്ലത്. എപ്പോഴും ഇതിൻ്റെ അറ്റം ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബോൾ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് എന്നിട്ട് നമ്മളിതിൽ ഓട്ട ഉണ്ടാക്കുക. ഇതുപോലെ ഓട്ട ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിട്ട് പതുക്കെ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ നമ്മളുടെ മേത്തേക്ക് കയ്യിലേക്ക് എണ്ണ തെറിക്കില്ല. അപ്പം നമ്മൾക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഉഴുന്ന് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഉപ്പും കൂടി ചേർക്കാൻ പോകണം. അതിൽ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കുക. കുറച്ച് മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ അത് വറുത്ത് വരുമ്പോൾ ഉപ്പുണ്ടാവില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം എല്ലാവിടേക്കും ഉപ്പായിട്ടുണ്ടാവും. ഒരു കടായിൽ മുങ്ങാൻ പാകത്തിന് എണ്ണ ഒഴിക്കുക. അത് ശരിക്കും മുങ്ങണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുകളിൽ വേകാതെ വന്ന് കിടക്കും. നല്ലോണം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കുഴിയുള്ള ഒരു ചീനച്ചട്ടി എടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇപ്പം ഒരു ഉരുള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നടുവിൽ ഓട്ടയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ചുമക്കുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ആകുമ്പോൾ മാത്രം മറ്റേ സൈഡ് മറിച്ചിട്ട്. 2 വശം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. ഇതുപോലെ എല്ലാ ഉഴുന്ന് വടയും നമ്മൾ ചെയ്തെടുക്കണം. ഉഴുന്ന് വടയെല്ലാം ഞാൻ കോരിയെടുക്കണം.
നമ്മളുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15-20 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. 2 കപ്പ് ഉഴുന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു 20 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും സാമാന്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ഉള്ളിത്തൊണ്ടിൻ്റെ മാതിരി അതാണ് ഫസ്റ്റ് ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ. കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്ന് കടിച്ച് നോക്കട്ടെ. പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിത്തൊണ്ട് പോലെ പുറത്ത് കണ്ടില്ലേ, ഭയങ്കര കല്ല് പോലെ ആവാൻ പാടില്ല. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ഒരു ക്രഞ്ചി ഫീലാണുള്ളത്. കണ്ടില്ലേ സൗണ്ട്, മുറിക്കുമ്പോൾ തന്നെ അറിയാം. നോക്കിയാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവടയാണിത്. പഞ്ഞി പോലെയുണ്ട് ശരിക്കും ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെയാണ്. നമ്മൾക്ക് കണ്ടില്ലേ ഇത്ര ഈസി ആയിട്ട്, ഇത്രയും ക്രഞ്ചി ആയിട്ട്, ശരിക്കൊരു ഉള്ളിത്തൊണ്ടിൻ്റെ മാതിരി പുറത്ത് കാണാനുള്ളൂ. അത്രയും സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവടയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിനൊന്ന് ഞാനൊരു തേങ്ങാ ചട്നി നേരത്തെ ഒരു വീഡിയോ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ തേങ്ങാ ചട്നി ഇട്ടിരുന്നു. അപ്പോൾ ഈ ഉഴുന്നുവടയ്ക്ക് നമുക്ക് തേങ്ങാ ചട്നിയും സാമ്പാറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് മെയിൻലി തേങ്ങാ ചട്നിയാണ് ഇതിന് ബെസ്റ്റ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. പിന്നെ ഇത് ടേസ്റ്റ് നോക്കുമ്പം ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരുന്നത്. ഉപ്പ് ഇങ്ങനെ ചേർക്കാൻ ആദ്യം പേടിക്കണ്ട, കാരണം കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നാലേ വറുത്ത് വരുമ്പോൾ അതിന് ഉപ്പുണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ എരിവും ഇത്രയൊക്കെ ചേർത്തിട്ടും കറക്റ്റ് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ. അപ്പം നമ്മളുടെ അടിപൊളി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സ്പോഞ്ച് പോലെയുള്ള പഞ്ഞി പോലെയുള്ള ഉഴുന്നുവട. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നല്ല പഞ്ഞി പോലത്തെ ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ പുറത്ത് ക്രഞ്ചിയും അകത്ത് പഞ്ഞി പോലെയുള്ള ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ ഇതിൽ പറയുന്ന ടിപ്സും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി 5 മിനിറ്റ് എല്ലാം നന്നായി ബീറ്റ് ചെയ്ത് എയറേറ്റ് ചെയ്യണം. അതായത് നന്നായി എയർ കടത്തി വിടാനാണ് നന്നായി ബീറ്റ് ചെയ്യുന്നത്. അല്ല എഗ് ബീറ്ററോ അല്ലെങ്കിൽ സാധാരണ സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ എയറേറ്റ് ചെയ്തിട്ട്, അതായത് നന്നായി എയർ കടത്തിയതിന് ശേഷം ഉഴുന്നുവട ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ അങ്ങനെ സഹായം. ഇല്ലെങ്കിൽ ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം പൊങ്ങാൻ വിടണം മാവിന്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി പഞ്ഞിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരണം. FB പേജിലാണ് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെംലൂസ് വേൾഡിൻ്റെ FB പേജിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.